മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഉയർന്ന വിഭാഗം ജന്തുക്കളിൽ ലിംഗകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേക അവയവ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനിൽ കാണുന്ന പ്രത്യുൽപാദന അവയവങ്ങളാണ് വൃഷണങ്ങളും അണ്ഡാശയങ്ങളും. പുരുഷന്മാരിൽ കാണുന്ന ലൈംഗിക അവയവമാണ് വൃഷണം. സ്ത്രീകളിൽ കാണപ്പെടുന്ന ലൈംഗിക അവയവമാണ് അണ്ഡാശയം. In higher organisms, including human beings, specific organ system is developed to produce gametes. The male reproductive organ is testis and female reproductive organ is ovary. എവിടെയാണ് വൃഷണത്തിന്റെ സ്ഥാനം? ഉദരാശയത്തിന് പുറത്ത് വൃഷണ സഞ്ചികളിലായി ഒരു ജോഡി വൃഷണങ്ങളാണ് പുരുഷന്മാരിൽ കാണപ്പെടുന്നത്. Where testes are seen. Testes are located in the scrotal sac outside the abdominal cavity. A pair of testes are seen in males. എവിടെയാണ് അണ്ഡാശയത്തിന്റെ സ്ഥാനം? ഉദരാശയത്തിലെ ഗർഭാശയത്തിന് ഇരുവശത്തുമായിട്ടാണ് ഒരു ജോഡി അണ്ഡാശയങ്ങൾ സ്ത്രീകളിൽ കാണപ്പെടുന്നത്. Where ovaries are seen. A pair of ovaries are situated in the abdominal cavity on the either side of the uterus. എന്താണ് അണ്ഡാശയത്തിന്റെയും വൃഷണത്തിന്റെയും ധർമ്മം? അണ്ഡാശയവും വൃഷണവും ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ലിംഗകോശങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. What are the functions of testis and ovary? The ovary and testis secrete sex hormones. They also produce gametes. ഇന്ന് ആദ്യം നമുക്ക് വൃഷണത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാം. പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നതും പുംബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും വൃഷണങ്ങളാണ്. What are the functions of testis? Testis produces the male sex hormone called testosterone, and it also produces sperms. എന്താണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ ധർമ്മം? ദ്വിതീയ ലൈംഗിക സവിശേഷതകളായ ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക അവയവ വളർച്ച, ബീജോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്നു. What are the functions of testosterone? Testosterone controls secondary sexual characters such as change in voice, growth of hair, development of reproductive organs, and sperm production. ഇനി നമുക്ക് അണ്ഡാശയത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഇവ അണ്ഡങ്ങളെയും സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്നിവയെയും ഉൽപ്പാദിപ്പിക്കുന്നു. അണ്ഡാശയം അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ ഹോർമോണുകളാണ് ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. The female reproductive organ is ovary. It produces ova
and the female sex hormones called estrogen and progesterone. എന്താണ് ഈസ്ട്രജന്റെ ധർമ്മം? ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ഡോൽപാദനം, ആർത്തവ ചക്രം എന്നിവയെ നിയന്ത്രിക്കുന്നു. എന്താണ് പ്രൊജസ്റ്ററോണിന്റെ ധർമ്മം? അണ്ഡോൽപാദനം, ആർത്തവ ചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം. What are the functions of estrogen? Estrogen controls secondary sexual characters, ovulation, menstrual cycle. What are the functions of progesterone? Progesterone controls ovulation, menstrual cycle, and implantation of embryo in the uterus. എന്താണ് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ? കൗമാര കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെയാണ് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്ന് വിളിക്കുന്നത്. കൗമാര ഘട്ടത്തിലെ ശാരീരികമായ മാറ്റങ്ങൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വ്യത്യസ്തങ്ങളാണ്. എന്നാൽ കുറെ സമാനതകളും ഉണ്ട്. ഇരു കൂട്ടരിലും വളർച്ച ത്വരിതപ്പെടുന്നു. അതുപോലെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിൽ ആകുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ജനനേന്ദ്രിയ ഭാഗങ്ങളിലും കക്ഷത്തിലും മുഖത്തിലും മാറിലും ആൺകുട്ടികളിൽ രോമങ്ങൾ വളരുന്നു. എന്നാൽ പെൺകുട്ടികളിൽ ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ആൺകുട്ടികളിൽ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുമ്പോൾ പെൺകുട്ടികളിൽ ശബ്ദ സൗകുമാര്യം കൂടുന്നു. ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം രണ്ടു കൂട്ടരിലും വർദ്ധിക്കുന്നു. പെൺകുട്ടികളിൽ സ്തന വളർച്ച ഉണ്ടാകുന്നു. ആൺകുട്ടികളിൽ തോളെല്ലുകൾക്ക് വികാസം സംഭവിക്കുമ്പോൾ പെൺകുട്ടികളിൽ ഇടുപ്പെല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നു. ആൺകുട്ടികളിൽ ശുക്ല വിസർജനം ആരംഭിക്കുമ്പോൾ പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കുന്നു. What are secondary sexual characters? The secondary sexual characters are the changes that takes place in our body during adolescent period. Physical changes in adolescence is almost same in boys and girls, but there are some differences also. In boys and girls, fast growth takes place during this period. The growth of sex organs gains momentum. Hair grows in various parts of the body, such as pubic region, armpits, face, and chest in boys. In girls also, hair grows in the pubic region and the armpits. The pitch of the voice deepens in boys, while in girls, the pitch of the voice becomes sharp. Glands in the skin become more active in boys and girls. In girls, breast develops. The shoulder bones expand in boys, while in girls, the hip bones widen. In boys, ejaculation starts. In girls, menstruation starts. എന്താണ് ശുക്ലവിസർജനം? പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമായ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവവും പുംബീജങ്ങളും ലിംഗത്തിലെത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്
ശുക്ല വിസർജനം. What is insemination? Sperms, along with the secretion of glands, including the prostate gland, reaches the penis and it is secreted outside. This process is called insemination. എന്താണ് അണ്ഡോത്സർജനം അഥവാ ഓവ്യുലേഷൻ? അണ്ഡാശയത്തിൽ വെച്ച് പാകമാകുന്ന അണ്ഡം അണ്ഡാശയത്തിന് പുറത്തു വരുന്ന പ്രക്രിയയാണ് അണ്ഡോത്സർജനം. What is ovulation? Ovulation is the process of releasing mature ovum from the ovary. പെൺകുട്ടികളിൽ ശാരീരിക വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ് ആർത്തവം. എന്താണ് ആർത്തവം? എല്ലാ മാസവും അണ്ഡോൽപാദനത്തോടൊപ്പം ഭ്രൂണത്തിന് വളരാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളും നമ്മുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിനുള്ളിലുള്ള എൻഡോമെട്രിയം എന്ന ആന്തരപാളിയുടെ കനം കൂടുകയും കൂടുതൽ രക്തലോമികകളും ഗ്രന്ഥികളും അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ബീജസംയോഗം നടന്നില്ലെങ്കിൽ, അതായത് അണ്ഡവും ബീജവും തമ്മിൽ സംയോജിച്ചില്ലെങ്കിൽ ഈ മുന്നൊരുക്കങ്ങൾ വെറുതെയാകുന്നു. അങ്ങനെ പുതുതായി രൂപപ്പെട്ട കലകൾ നശിക്കുകയും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അവ അടർന്ന് മാറി രക്തത്തോടും ശ്ലേഷ്മത്തോടുമൊപ്പം ഈ കലകൾ യോനിയിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ആർത്തവം. Menstruation is a natural biological process that takes place in girls as part of their physical growth. Along with ovulation, the preparations for the growth of fetus takes place in the uterus every month. Endometrium, which is the inner layer of the uterus, thickens and more blood capillaries and glands begin to develop. But when fertilization does not take place, all these preparations become futile. The newly formed tissues get destroyed and they peel off from the uterine wall. These tissues get eliminated through the vagina along with blood and mucus. This process is called menstruation. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭ്രൂണം ഗർഭാശയത്തിലെ എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിച്ചേർന്നാണ് വളരുന്നത്. പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അതിനാൽ ഭ്രൂണം ഗർഭാശയത്തിൽ ശരിയായ രീതിയിൽ വളരണമെങ്കിൽ പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ ഉൽപാദനം കൃത്യമായിട്ട് നടക്കണം. പ്രൊജസ്റ്ററോൺ ഭ്രൂണത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്നതിൽ പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നു. വാട്ട് ഈസ് ദി ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദി യൂട്രസ്? ഇറ്റ് മീൻസ് ദി എംബ്രിയോ ഡെവലപ്സ് by attaching itself to the endometrium. Endometrium means the inner layer of uterus. So to develop inside the uterus, the hormone progesterone helps. Progesterone helps to develop the embryo in the uterus. If there is any variation in the secretion of this hormone, it will affect the life process considerably. So,
for the proper development of the embryo in the endometrium, which is the inner layer of the uterus, the proper secretion of progesterone is needed. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന GTH എന്ന ഗൊണാഡോട്രോപിക് ഹോർമോൺ അണ്ഡാശയത്തിന്റെയും വൃഷണത്തിന്റെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ്. The tropic hormone produced by the anterior lobe of the pituitary gland named GTH, gonadotropic hormone, controls the activities of testis and ovary. GTH stimulates the activities of testis in males and ovaries in females.